നമ്മളെ കുറച്ച് നാളായില്ലേ കളർ ഗ്രേഡിങ്ങിൻ്റെ ഒരു നല്ലൊരു ട്യൂട്ടോറിയൽ നോക്കിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ കളർ ഗ്രേഡിങ്ങിൻ്റെ ഒരു അടിപൊളി ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഗ്രേഡാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല ചാനലൊരു അപ്ഡേറ്റും കൂടെ ചെയ്യുവാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു ട്യൂട്ടോറിയൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് നേരെ ഇൻട്രോ കണ്ടിട്ട് വരാം. ഓക്കെ, അതാണ് നമ്മളുടെ പുതിയ ഒരു ചാനൽ അപ്ഡേറ്റും കൂടിയാണിത്. ഞാൻ ചാനൽ അപ്ഡേറ്റിൻ്റെ ഒരു വീഡിയോ ഇത് കഴിഞ്ഞ ഉടനെ ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മൾ മോ ക്രിയേഷൻ ഒറിജിനൽസ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ആ സീരീസിൽ നമ്മൾ ഇതണക്ക് ട്യൂട്ടോറിയൽസ് മാത്രമായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ ഫിലിം മേക്കിങ്ങിൻ്റെ സെപ്പറേറ്റ് ഒരു സീരീസ്, ഒരു ഡോക്യുമെൻ്ററി സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊക്കെ കാണാൻ കാത്തിരിക്കുക. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മോ ക്രിയേഷൻ ഒറിജിനൽസിൻ്റെ ഫസ്റ്റ് സീരീസിലെ വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞു വായിപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ ഡാവിഞ്ചി റിസോൾട്ടിലോട്ട് പോവാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഡാവിഞ്ചി റിസോൾട്ട് നേരെ കളർ പേജിൽ തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ ആദ്യം ഒരു പ്രിവ്യൂ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ ഈ ഒരു റീൽ അടുത്ത സമയത്ത് പോസ്റ്റ് ചെയ്തിരുന്നു. ഈ യൂട്യൂബ് ഷോർട്സ് ആയിട്ട് ഞാൻ ഇന്നിട്ടായിരുന്നു, ഇന്നായിരുന്നു അപ്ലോഡ് ചെയ്തത്. കണ്ടോ, ജസ്റ്റ് ഒരു ബിഫോർ ആഫ്റ്റർ ഗ്രേഡ് ലുക്കാണ്. നമുക്ക് ഈ വീഡിയോ എൻ്റെ ആകുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെ ഒരു വൈബ് ട്രാൻസിഷനും ഈ ഫുൾ ഗ്രേഡ് നമുക്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വൺ ഓഫ് ദി ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ട്രീ കണ്ടോ, ആ ട്രീ യഥാർത്ഥത്തിൽ ഒരു ഗ്രീൻ കളർ ട്രീ ആണ്. അപ്പം ഞാനിവിടെ ഗ്രേഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് സ്റ്റൈലൈസ്ഡ് ആക്കിയിട്ടുണ്ട്. ആ കളറൊന്നും ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ ഒരു നമുക്ക് ആ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു റിയലിസ്റ്റിക് ലുക്കാണ്. അപ്പോൾ നമുക്ക് ഇതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഗ്രേഡിൻ്റെ നോട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ചെയ്ത് ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ലോഗ് പാർട്ടിലേക്ക് പോകാം. ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലോഗ് ഫുട്ടേജ്. അപ്പോൾ ഈ ഒരു ലോഗ് ഫുട്ടേജ് നമുക്ക് എങ്ങനെ, ഞാൻ പറഞ്ഞാണെങ്കിൽ ഈ ഒരു ലുക്കിൽ എത്തിക്കാനാണ് നമ്മളെന്താ ഫുൾ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് കളർ ഗ്രേഡിങ്ങിനെ പറ്റി ഇനി ഒരു ഐഡിയ ഇല്ലെങ്കിൽ എൻ്റെ ഓൾഡർ വീഡിയോസ് കാണുക. അതിൽ ഞാൻ കളർ ഗ്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി അഥവാ അത് കാണാൻ സമയം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇതിലും അത്യാവശ്യം സിമ്പിളായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ലോഗ് ഫുട്ടേജ് ഉണ്ട്. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് ബ്ലാക്ക് മാജിക്കിലെ ലോഗാണ്. അപ്പോൾ എനിക്കറിയാം ഇതൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു ബി ലോഗാണെന്നറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം സോണി ഷൂട്ട് ചെയ്ത് ലോഗ് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുന്നെങ്കിൽ അത് എസ് ലോഗ് ആയിരിക്കും. അപ്പോൾ ഓരോ ക്യാമറയ്ക്കും ലോഗ് സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയ്ക്ക് അതിൻ്റെ സെപ്പറേറ്റ് ലോഗിൻ്റെ ഫോർമാറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എനിക്കറിയുന്ന പോലെ ഞാൻ ബ്ലാക്ക് മാജിക് ഷൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു കളർ സ്പേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യും. ഇനി കളർ സ്പേസ് ട്രാൻസ്ഫോം എന്തെങ്കിലും അറിയത്തില്ലെങ്കിൽ അറിയാവുന്നവർ ജസ്റ്റ് 30 സെക്കൻഡ് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ കളർ സ്പേസ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഡാവിഞ്ചിയിൽ നമ്മൾ പറയാം ഇന്ന ലോഗാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡാവിഞ്ചിക്ക് അറിയാൻ പറ്റുമോ ഇന്ന ലോഗായിരിക്കും, അപ്പോൾ കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ടും കാര്യങ്ങളും കിട്ടും. അതിനുവേണ്ടി നമ്മളൊരു ഒരു മാനുവൽ ഉപയോഗിക്കുന്ന പോലെയാണ്. ഇപ്പോൾ ചില സോഫ്റ്റ്വെയർ ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ യൂസർ മാനുവൽ വേണമല്ലോ. അപ്പോൾ അതേപോലെ ഡാവിഞ്ചിക്ക് നമ്മളൊരു മാനുവൽ കൊടുക്കാമെന്ന് വിചാരിക്കുക. ആ ഒരു ലോജിക്കാണ് ഈ കളർ സ്പേസ് ട്രാൻസ്ഫോം ചെയ്യുന്നതിൻ്റെ മെയിൻ ഗുണമെന്ന് പറയുന്നത്. അതിനായിട്ട് നിങ്ങൾ എഫക്ട്സ് ടാബ് ഓപ്പൺ ആക്കി സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കളർ സ്പേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾക്കൊരു ലോഗ് ഉണ്ട്, അതിൻ്റെ ഏത് കളർ സ്പേസ് ആണെന്ന് അറിയത്തില്ല, ഏത് ലോഗാണെന്ന് അറിയത്തില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാവുന്നതായിരിക്കും. കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലോഗ് അറിയാമെങ്കിൽ ഈ മെത്തേഡ് ചെയ്യുക. അപ്പോൾ ഇൻപുട്ട് സ്പേസും ഇൻപുട്ട് ഗ്യാമ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാമറയുടെ ലോഗിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കണം. അപ്പോൾ എനിക്കറിയത് ബ്ലാക്ക് മാജിക്കിൻ്റെ ആണ്. അപ്പോൾ ബ്ലാക്ക് മാജിക്കിൻ്റെ ഇൻപുട്ട് കളർ സ്പേസ് എന്ന് പറയുന്നത് ബ്ലാക്ക് മാജിക് വൈറ്റ് ഗ്യാമ ജെൻ 4/5 ആണ് അവരുടെ ലേറ്റസ്റ്റ് കളർ സ്പേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇനി ഇൻപുട്ട് ഗ്യാമ എന്ന് പറയുന്നത് ബ്ലാക്ക് മാജിക് ഡിസൈൻ ഫിലിം ജെൻ 5 ആണ്. ഓക്കെ, ഇനി ഔട്ട്പുട്ട് കളർ സ്പേസ് ട്രാൻസ്ഫോം അതേപോലെ ഔട്ട്പുട്ട് ഗ്യാമ എന്ന് പറയുന്നത് ഞാനൊരു ഡാവിഞ്ചി വൈറ്റ് ഗ്യാമറ്റാണ് ഉപയോഗിക്കുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് ഔട്ട്പുട്ട് കളർ സ്പേസ് ആണ് നമുക്ക് ഡാവിഞ്ചിയിൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യുക. ഇനി അതിൻ്റെ ഔട്ട്പുട്ട് ഗ്യാമ എന്ന് പറയുന്നത് ഡാവിഞ്ചി ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു നോഡും കൂടി ഓപ്ഷൻ എസ് അടിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ ഞാൻ അത്രയും ആ ഒരു നോഡിനെ ഫുള്ള് കോപ്പി ചെയ്ത് ഇപ്പുറത്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ ഉപയോഗിച്ച ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ നേരെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് നോഡിലേക്ക് കോപ്പി ആവുന്നതാണ്. ഓക്കെ, ഇനി അതിന് ഞാൻ ഒന്നുകൂടെ എനേബിൾ ആക്കിയതിന് ശേഷം ഇവിടെ സ്വോപ്പ് കൊടുക്കുക. കാരണം നമുക്ക് നമ്മളിവിടെ എൻഡ് ചെയ്തത് ഡാവിഞ്ചി വൈറ്റ് ഗ്യാമയും ഡാവിഞ്ചി ഇൻ്റർമീഡിയറ്റും ആണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോഡിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അതിനാണ് ഞാൻ സോപ്പ് കൊടുത്തത്. അപ്പോൾ ഡാവിഞ്ചി വൈറ്റ് ഗ്യാമറ്റും ഡാവിഞ്ചി ഇൻ്റർമീഡിയറ്റും കഴിഞ്ഞ ശേഷം ഇനിയാണ് നമ്മുടെ കറക്റ്റ് ഔട്ട്പുട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് എപ്പോഴും Rec 709 ആയിരിക്കും. കാരണം ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ലെവലിൽ Rec 709 ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കൊടുക്കേണ്ടത്. ഇനി ഔട്ട്പുട്ട് ഗ്യാമ എന്ന് പറയുന്നത് ഗ്യാമ 2.4 അതായിരിക്കും നമുക്ക് മോസ്റ്റ് കളേഴ്സും വാല്യൂസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കളർ സ്പേസ് ട്രാൻസ്ഫോം പ്രോസസ്സ് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വെച്ചാൽ തന്നെ ഇപ്പോൾ തന്നെ ആ ഒരു ലോഗിനെ നമ്മളൊരു നോർമൽ Rec 709 വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ കളർ മാജിക് സെറ്റിങ്സോടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കളർ മാജിക് സെറ്റിങ്സ് അങ്ങനെയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഈ ഒരു നോഡിനെ ഒന്നും കൂടെ ഒന്ന് കോപ്പി ചെയ്തിട്ടൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഓക്കെ,
ഓക്കെ, ഇനി നിങ്ങൾക്കൊരു ലോഗ് ഫൂട്ടേജ് ഗ്രേഡ് ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ക്യാമറ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ച കണക്ക് ഈ കളർ സ്പേസ് ട്രാൻസ്ഫോം പ്രോസസ്സ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് നിങ്ങൾ നേരെ ഗ്രേഡ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. 15 അതും കൂടെ ജസ്റ്റ് ക്വിക്കായിട്ടൊന്ന് കാണിച്ചു തരാം. അതിന് ഞാൻ ഇവിടെ എന്താണ് ഒരു പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മളൊന്നും ചെയ്തിട്ടില്ല. ആൻഡ് സ്കോപ്പ് ഒന്ന് നോക്കിയിട്ട് ലിഫ്റ്റാണ് നമ്മൾ ഷാഡോസ്. അപ്പോൾ ലിഫ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. മാക്സിമം ഒന്ന് ലൈനിൽ ടച്ച് ചെയ്തിട്ടില്ല. നമ്മൾ ഈ ലൈനിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ആ ലൈൻ ടച്ച് ചെയ്താൽ നമ്മളുടെ ഡീറ്റെയിൽസ് ലോസ് ആണ്. ജസ്റ്റ് ഞാൻ ഒരു ഇത്തിരി അപ്പ് വെച്ചതിന് ശേഷം നമ്മൾ ഇത്തിരി ഗ്യാം ഒന്ന് കൂട്ടി കൊടുക്കാം, ഇത്തിരി ഗെയിൻ ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത്തിരി സാച്ചുറേഷൻ കൊണ്ട് കൂട്ടി കൊടുത്ത് നോക്കാം. സാച്ചുറേഷൻ ഇത്തിരി ഒന്ന് ഒരു 75 ആക്കിയിട്ടുണ്ട്. ഇത്തിരി കോൺട്രാസ്റ്റും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ബാലൻസ് കിട്ടും. ഓക്കെ, നമുക്ക് ഇത്തിരി ഹൈലൈറ്റ്സും കൊടുത്തിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇവിടെ ഇത്രയും ചെയ്ത പോലെ തന്നെ എന്താണ് കുറച്ച് കോൺട്രാസ്റ്റും സാച്ചുറേഷൻ നമ്മളുടെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഡിഫറെൻ്റ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പം ലോഗ് നേരെ ഗ്രേഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിന് നിങ്ങൾക്ക് ഐഡിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് നോഡായിട്ട് നിങ്ങൾക്ക് വെക്കാം. ഇനി നിങ്ങൾ നേരെ അടുത്ത നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് അടുത്ത കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് അതാണ് ക്വിക്കായിട്ടൊന്ന് പറയുന്നതാണ്. പലർക്കും കൺഫ്യൂഷനാണ്. അപ്പോൾ ലോഗിൽ ഈ ഐഡിറ്റി കളർ സ്പേസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലേ? നിങ്ങൾക്ക് ക്യാമറ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ അത് ഉപയോഗിക്കൽ നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് നിങ്ങൾക്ക് റാൻഡമായിട്ട് തന്നെ നിങ്ങൾക്ക് ലിഫ്റ്റ് ഗ്യാമൊക്കെ നമ്മളെ ഷാഡോസും മിഡ് ടോൺസും ഹൈലൈറ്റ്സൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗ്രേഡ് സ്റ്റാർട്ട് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ അത് നിങ്ങൾക്ക് ഈ ലിഫ്റ്റ് ഗ്യാമ ഗെയിൻ ഒന്നും എന്താണ് ഫുള്ളായിട്ട് പറഞ്ഞു തരാമെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എന്താണ് ഇതിൽ ഷാഡോസ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ആവുന്നതൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ഗ്രേഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ കളർ സ്പേസ് ട്രാൻസ്ഫോം സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടോ ഇവിടെ ആദ്യത്തെ നമ്മളുടെ ഐഡിറ്റി ഞാൻ ടോപ്പിൽ വെച്ചതിന് ശേഷം നമ്മളുടെ ഓഡിറ്റി നമ്മൾ ലാസ്റ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യുന്നെങ്കിൽ എന്താണ് ഇത് നമുക്ക് ഐഡിറ്റി ആദ്യവും അതുപോലെ ഓഡിറ്റി എൻഡിലും വെച്ചതിന് ശേഷം ബാക്കി ഗ്രേഡൊക്കെ അതിൻ്റെ മിഡിൽ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പുതിയൊരു അതിൻ്റെ തൊട്ടടുത്തൊരു നോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സീരിയൽ നോഡാണ്. അത് നിങ്ങൾ ഓപ്ഷൻ എസ് അല്ലെങ്കിൽ കൺട്രോൾ എസ് ചെയ്താൽ മതി. നമുക്ക് കുറച്ച് കോൺട്രാസ്റ്റ് ആഡ് ചെയ്യാം. കുറച്ച് കോൺട്രാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ നമുക്ക് ഡാർക്കായി നമുക്ക് ഇത്തിരി ഒരു ഗെയിൻ ഇത്തിരി ഒന്ന് കൂട്ടി കൊടുക്കാം. ഷാഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഗ്യാമ ഇത്തിരി ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തപ്പോൾ തന്നെ നമ്മളുടെ ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഇങ്ങനെ ഇരുന്നൊരു ലോഗിനെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ലിഫ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഓഡിറ്റി നമുക്ക് ഈ ഫുട്ടേജിനെ ഹെവി ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്താണ് ഈ ഒരു ലിഫ്റ്റ് ഗ്യാമ ഗെയിനും അതൊരു ഇച്ചിരി കോൺട്രാസ്റ്റാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഇവിടെ ഞാൻ നമ്മൾ ഈ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ടെല്ലാം ഐഡിറ്റിയിലാണ് ആഡ് ചെയ്തത്. ക്വിക്ക്ലി അതൊന്ന് ഫിക്സ് ആയി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ നോഡിൽ ബാക്കിയെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഒരു നോഡും കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് എൻ്റെ ഹൈലൈറ്റ്സിനൊന്ന് കൺട്രോൾ ചെയ്യണം. നിങ്ങൾ ആ വെള്ളത്തിലൊക്കെ നോക്കിയാൽ കണ്ടോ കുറച്ച് ഹൈലൈറ്റ്സ് കൂടുതലാണ്. അപ്പോൾ ഹൈലൈറ്റ്സ് ഇത്തിരി ഇങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഓഫാക്കി വേണമെങ്കിൽ കാണിച്ചു തരാം. നിങ്ങൾ ആ വെള്ളം ഒന്ന് ശ്രദ്ധിച്ചേ കണ്ടോ, ആ ഡീറ്റെയിൽ നമ്മൾ ബ്രിങ്ങപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഓവറോൾ ഗ്യാമത്തിൽ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നോഡാണ്. ഞാൻ ഇതിൽ വെച്ചേക്കാം. ഇനി നമുക്ക് നമ്മളുടെ ഈ ട്രീയുടെ കളറുമായിട്ടുള്ള പരിപാടിയിലോട്ട് പോകാം. അപ്പം ഇത്രയും ഞാൻ പറഞ്ഞില്ലേ വളരെ സിമ്പിളായിട്ട് ഞാൻ എന്താണ് ഒന്നും ഒരു ഫാൻസി ഒരു കാര്യം ചെയ്തിട്ടില്ല. ലിഫ്റ്റ് ഗ്യാമ ഗെയിൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ലോഗിൽ നിന്ന് ഈ ഒരു ലുക്കിലേക്ക് ഞാൻ എത്തിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു നോഡ് കൂടെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് ഈ മരത്തിൻ്റെ കളർ മാറ്റി നോക്കാം. അത് ഞാൻ ഇവിടെ നേരെ കർവ്സ് എടുത്തതിന് ശേഷം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കിടക്കുന്നത്. തൊട്ടടുത്ത ഓപ്ഷൻ എടുക്കുക, അതാണ് ഹ്യൂ വേഴ്സസ് ഹ്യൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ ഒരു ട്രീ ഗ്രീൻ കളറാണല്ലോ, ആ ട്രീയുടെ ഹ്യൂ വാല്യൂ നമ്മൾ മാറ്റിയിട്ടാണ് ഞാൻ ഇവിടെ അതിൻ്റെ ഒരു കളർ മാറ്റാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഞാൻ ട്രീയിലൊന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. ആ പോയിൻ്റ് ഞാൻ വെച്ചിട്ട് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ കാണാം ആ എൻറ്റയർ ട്രീയുടെ ഒരു അൺഈവൻ ആയിട്ടായിരിക്കും നമുക്ക് ആ ഒരു എന്താണ് ആ ഒരു കളർ ആ ഒരു ഹ്യൂ വാല്യൂ ചേഞ്ച് ആകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ചും കൂടി നാരോ ഡൗൺ ചെയ്യാനായിട്ട് ഞാൻ അവിടെ ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്യുവാണ്. അതിന് ആ നോഡ് സെലക്ട് ആയതിനു ശേഷം നേരെ നമ്മളെ പവർ വിൻഡോയിൽ വരിക. ഈ പവർ വിൻഡോയിൽ ഒരു സർക്കുലർ പവർ വിൻഡോ ആഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ ആ ഒരു ട്രീയിൽ മാത്രം ഇങ്ങനെ കൊടുക്കുവാണ്. വളരെ ജെൻറ്റിലായിട്ട് തന്നെ ഒരുപാട് ആ ട്രീയിലോട്ട് തന്നെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അതിനെ ഒന്നും കൂടി എന്താണ് കറക്റ്റായിട്ട് വാല്യൂസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ആക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ
പല പല ഹ്യൂ വാല്യൂസ് പിക്ക് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് പാർട്ട് ചേഞ്ച് ആയിട്ടുണ്ട്, പക്ഷേ ആക്യുറേറ്റ് ആയിട്ടില്ല. നമുക്കതിനെ ക്ലീനപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഏത് പാർട്ടാണോ സെലക്ട് ആകാത്തത് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെപ്പറേറ്റ് പോയിന്റ് സെലക്ട് ആവുന്നത് കാണാം. അത് നൈസിന് ഇങ്ങനെ ലിഫ്റ്റ് ആക്കി കൊടുക്കുക. ഇവിടെയും കുറച്ച് പാർട്ടുണ്ട്, അത് ഞാൻ ഇങ്ങനെ നിങ്ങൾ ചെറുതായിട്ട് സ്ലോറായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ ഓവർ എഫക്റ്റ് ആവും. അങ്ങനെ ആവാൻ പാടില്ല. ജസ്റ്റ് ആ ഒരു വാല്യൂയിൽ മാത്രമേ അത് എഫക്റ്റ് ആവൂ. ഓക്കെ, ഇപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഡിഫറൻസ് അവിടെ കാണാവുന്നതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയിട്ട് ഏതൊക്കെ പാർട്ടാണ് വിസിബിൾ അല്ലാത്തത് നോക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ഓവറോൾ എല്ലാം ഒരു ഗ്രീൻ കളർ എല്ലാം നമുക്ക് പിക്കായിട്ടുണ്ട്. ഒരു ഇത്തിരിയും കൂടെ കൊടുത്തതിന് ശേഷം ഓക്കെ, ഇപ്പോൾ നമുക്കുണ്ട് ആ ഒരു ട്രീ മൊത്തം നമ്മൾ കറക്റ്റായിട്ട് എന്താണ് ആ ഒരു കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മാസ്ക് ഇച്ചിരിയും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ആ മാസ്ക് ഇത്തിരി ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കുക, കാരണം നമുക്ക് ആ ഒരു ട്രീ ആ ഒരു ലീഫിൽ മാത്രം ആ ഒരു കളർ മതി. ഓക്കെ, അതിൻ്റെ ഫെദർ ഇച്ചിരി ഒന്ന് കൂട്ടി കൊടുക്കുവാണ്. അപ്പോൾ നമുക്കൊരു ആ ഷാർപ്പ് എഡ്ജും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടെ വാല്യൂ ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കാം. കുറച്ചും കൂടി ഒരു പർപ്പിൾ ടച്ചാണ് വേണ്ടത്. ഓക്കെ, നിങ്ങളെ ഗ്രാഫ് ഉണ്ടോ, ഞാൻ വളരെ ജെൻറ്റിലായിട്ട് മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഗ്രീൻ മാത്രം പിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി സാച്ചുറേഷൻ അവിടെ മാത്രം ആക്കി കൊടുക്കാം. നമ്മൾ നെക്സ്റ്റ് ഓപ്ഷനായിട്ടുള്ള ഈ ഒരു ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ, ഇനി അത്രയും പാർട്ടിലെ സാച്ചുറേഷനാണ് നമ്മൾ ഇൻക്രീസ് ആക്കുന്നത്. പിന്നെ വീണ്ടും ആ ഒരു ട്രീയിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ പോയിൻറ്റ്സ് കാണാം. ആ പോയിൻറ്റ്സ് ലിഫ്റ്റ് നോക്കി നിങ്ങൾക്ക് ആ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ സാച്ചുറേറ്റഡ് ആവുന്നത് കാണാം. വീണ്ടും ഞാൻ മറ്റൊരു ഏരിയയിൽ ക്ലിക്ക് ചെയ്തു. ആ ഏരിയയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ പോയിൻറ്റ്സ് നമുക്ക് ഇവിടെ കാണാം. ഈ ഒരു ബ്ലാക്ക് കളറിൽ വരുന്നതാണ് പോയിൻറ്റ്. ഇത്തിരി ഒന്ന് ഇൻക്രീസ് ആയി കൊടുക്കുക. ഓക്കെ, കണ്ടോ ആ ഒരു സെലക്റ്റഡ് പാർട്ട് മാത്രമാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്ത് ഇൻക്രീസ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ട്രീയുടെ നമ്മൾ കളർ മാറ്റി വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് വേറൊന്നും അല്ല. അപ്പോൾ എന്താ ഞാൻ ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആ ഒരു ട്രീയുടെ മൊത്തം ഗ്രീൻ ആണല്ലോ, അപ്പോൾ നമുക്ക് കളർ പാർട്ട് സെലക്ട് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ അത്രയും കളർ മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം അവിടുത്തെ ഹ്യൂവിനെ സെപ്പറേറ്റ് സെലക്ട് ചെയ്ത്, ഹ്യൂ എന്ന് പറയുന്നത് നമ്മളെ കളർ റേഞ്ചാണ്. ആ കളർ റേഞ്ചിന് നമ്മൾ ഒന്ന് ഡ്രാഗ് ചെയ്ത് നമുക്ക് വേണ്ട കളർ, ഇപ്പോൾ എനിക്കൊരു ഇപ്പോൾ ഒരു ട്രീ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പല ഗ്രേഡ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അതായത് ഇങ്ങനത്തെ ട്രീയുടെ ഗ്രീൻ കളർ മാറ്റിയിട്ട് പർപ്പിൾ കളർ ആക്കുക, അല്ലെങ്കിൽ റെഡ് ആക്കുക. അപ്പോൾ ഇതൊക്കെ സെയിം ഈ ഒരു ഹ്യൂ വാല്യൂസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഓവറോൾ നമ്മളുടെ ഈ ഒരു അവസാനത്തെ ഒരു ലുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് മോഡിൽ വന്നതിന് ശേഷം ഞാൻ എൻ്റെ ടിൻ്റ് ഒന്ന് ഇത്തിരി ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്. കുറച്ചും കൂടെ നമുക്കൊരു റിയലിസ്റ്റിക് ലുക്ക് കിട്ടാനായിട്ടാണ് ഞാൻ ടിൻ്റ് ഇത്തിരി ഒന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഒരു -10 ഒരു -11 ഞാൻ ടിൻ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഓവറോൾ ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ടല്ലോ, ആ യെല്ലോ ഷെയ്ഡിനെ ഒന്ന് മാറ്റാനായിട്ട് ഞാൻ എൻ്റെ HDR വില്ലിംഗ് ഗ്ലോബലിൽ വന്നിട്ട് ഈ യെല്ലോയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബ്ലൂയിലേക്ക് ഞാൻ ചെറുതായിട്ടൊന്നിങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് ഒരു ഓവറോൾ ഒരു ബ്ലൂ തീമാണ്. അതായത് ഇത് ഓഫാക്കി വേണമെങ്കിൽ കാണിച്ചു തരാം. നിങ്ങളതിനെ സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാം ഓവറായിട്ടുള്ളൊരു ഫുള്ളായിട്ടുള്ള കവറായിട്ടുള്ള യെല്ലോ നമ്മളിങ്ങനെ പിടിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്താണ് ഇതിനൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൂടുതൽ ടൈം എടുത്ത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ഹ്യൂ വാല്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ബാക്കിൽ ഈ ഒരു മാസ്ക് ഉപയോഗിച്ചതിൻ്റെ മെയിൻ കാര്യം എന്താണ്, ഈ ബാക്കിലെല്ലാം സിമിലർ ട്രീയുടെ കളേഴ്സ് ഉണ്ട്. അപ്പോൾ ആ കളേഴ്സിനെ എഫക്റ്റ് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള പാർട്ട് മാത്രം സെലക്ട് ചെയ്ത് ഗ്രേഡ് ചെയ്യാനായിട്ട് എന്താണ് നമുക്ക് മാസ്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഗ്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം കുറച്ച് ടൈം എടുത്ത് ചെയ്യുക, കാരണം നിങ്ങളെ കറക്റ്റ് ഹ്യൂ വാല്യൂസ് ഒക്കെ പിക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കണക്ക് ആ ട്രീയുടെ കളർ മാത്രം സെപ്പറേറ്റ് ചെയ്ത ലീഫ് മാത്രം ചിലപ്പോൾ കണ്ടുകൊള്ളാൻ കുറച്ച് പാടായിരിക്കും. പക്ഷേ എന്താണ് ഈ സിമിലർ മെത്തേഡ് തന്നെയാണ്, ഞാൻ വേറെ എക്സ്ട്രാ ആയിട്ട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു കുറച്ച് എത്രയാണ് ഒരു ടോട്ടൽ 7 നോഡ് ഉണ്ടെങ്കിലും ഈ 7 നോഡിൽ ഞാൻ എന്താണ് ഈ ഒരു കളേഴ്സും അതേപോലെ ഈ ഒരു പ്രൈമറി കളർ വീൽസും മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ഷാഡോസും നമ്മളുടെ മിഡ് ടോൺസും നമ്മൾ ഹൈലൈറ്റ്സൊക്കെ മാത്രം കൺട്രോൾ ചെയ്താണ് വളരെ ഈസി ആയിട്ട് തന്നെ ഞാൻ ഈ ഒരു
ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ കളർ ഗ്രേഡിംഗ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. കണ്ടോ, അപ്പോൾ ഈസി അല്ലേ? ഇത്രയും വളരെ സിമ്പിൾ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടോട്ടൽ ഗ്രേഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 7 നോഡ് വെച്ചിട്ടാണ്. ഇച്ചിരി കൂടെ നമ്മളൊന്ന് ടൈറ്റ് ചെയ്താൽ നമുക്ക് ഈ 7 നോഡുകളുടെ പോലും ആവശ്യമില്ല. നമുക്കൊരു 5, 4, 6 നോഡിൽ നമുക്ക് ഈ ഒരു ഫുൾ ഗ്രേഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഈ കർവ്സിൽ ഈ എന്താണ് ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ, ഹ്യൂ വേഴ്സസ് ഹ്യൂ അത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എൻ്റയർ ഗ്രേഡിനെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ലിപ് ഗാമ ഗെയിൻ ആണ്. പിന്നെ ഏതോ ഒരു സമയത്ത് ഞാൻ HDR വീലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അത്രയും ഒരു ഈസി ആയിട്ടാണ് അതിൻ്റെ ഈ ഒരു ഗ്രേഡ് സിമ്പിളാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മറ്റ് വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ചെങ്കിലും ഒരു കളർ ഗ്രേഡിങ് ഐഡിയ കാണുമായിരിക്കും. അപ്പോൾ അതിന് ശേഷം ഈ വീഡിയോ കൂടെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് കളർ ഗ്രേഡിങ് നിങ്ങൾക്ക് ഏതെങ്കിലും ലുക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ക്രിയേറ്റീവ് അനുസരിച്ച് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാവുന്നതാണ്. ഇതിനകത്തുള്ള കളർ ഗ്രേഡിങ്ങിൻ്റെ ബിഫോർ ആഫ്റ്റർ വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ വേണമെങ്കിൽ കമൻറ്റ് ഇടുക, ഞാൻ ഇവിടെ വന്നിട്ട് അതിൻ്റെ റിവ്യൂസും അതിൻ്റെ ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മളുടെ മോക്ക് ക്രിയേഷൻ സോഴ്സസ് എന്ന് പറഞ്ഞ സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇനി ഒരുപാട് വരുന്ന ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ ഈ സീരീസിലായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മളുടെ ചാനലിൽ ഒരു ബിഗ് അപ്ഡേറ്റ് വരുന്നുണ്ട്. ഞാൻ നാളെ മറ്റന്നാളോ വരും ദിവസങ്ങളിൽ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഫിലിം മേക്കിംഗ് സെപ്പറേറ്റ് ഒരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടന്റും ഫിലിം മേക്കിംഗ് ഇഷ്ടമുള്ളവർ അപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയേണ്ടത്, ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഈ പോസ്റ്റ് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇവിടെ നിങ്ങൾ ഇത് വായിച്ചോ. നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിലോ അതുപോലെ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നെങ്കിലോ ഒന്നും പേടിക്കേണ്ട. മറ്റാരെങ്കിലും നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയായിരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് അവർക്ക് ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക. യു ഡു യു എന്നൊരു സംഭവം കേട്ടിട്ട് അതേപോലെ നിങ്ങൾ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. അപ്പം ഇതിനകത്തുള്ള അടിപൊളി സീരീസും അതുപോലെ മോർ ഫിലിം മേക്കിൻ്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക.